إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 62-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഈ മുന്നായത്തിൽ ആയത്തുകളിൽ വിശദീകരിച്ച പ്രകാരമുള്ള ആ മുനാഫിക്കുകളെ കുറിച്ചു തന്നെ അവതരിച്ച ആയത്താണ് ഇതും. നോക്കൂ നിങ്ങൾ. അപ്പോൾ എങ്ങനെയിരിക്കും ഇദാ അസ്വാബതുഹും അവരെ ബാധിക്കുകയാണെങ്കിൽ, മുസീബത്തൻ വല്ല വിപത്തും അവരെ ബാധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് അല്ലാഹ് പറയുന്നത്. ബിമാ ഖദ്ദമത് ഐദിഹിം അവരുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ച നിമിത്തം. നോക്കൂ നിങ്ങൾ, അവരുടെ കൈകൊണ്ട് അവർ ചെയ്തു വെച്ച ദുഷ്ടകർമ്മങ്ങളുടെ ഫലമായി അവർക്ക് വല്ല വിപത്തും ബാധിക്കുകയാണെങ്കിൽ, ആ മുനാഫിക്കുകൾക്ക് വല്ല വിപത്തും ബാധിക്കുകയാണെങ്കിൽ, പിന്നെ ജാഊക അവർ നബിയെ താങ്കളുടെ അടുത്ത് വരികയും ചെയ്യുന്നു. യഹ്ലിഫൂന ബില്ലാഹ് അവർ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയുകയാണ്. ഇൻ അറദിനാ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല ഇല്ലാ ഇഹ്സാനൻ വ തൗഫീക അതായത് ഇഹ്സാൻ നന്മയും വ തൗഫീകൻ യോജിപ്പുമല്ലാതെ ഒന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് അവർ സത്യം ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ ചെയ്തികളെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവർ യഥാർത്ഥ വിശ്വാസികളല്ല. അതേസമയം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നവർ കളവ് പറയുകയാണ്. എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ യോജിപ്പാണ് ഉദ്ദേശിക്കുന്നത്, അതായത് നന്മയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിൽ യാതൊരു ഫിത്നയോ കുഴപ്പങ്ങളോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ധ്വനി. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ കൃത്യമായി അള്ളാഹുവിങ്കൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും കൃത്യമായി അകന്നുപോയ ഒരു ജനതയാണ്. നോക്കൂ നിങ്ങൾ, അവരുടെ സത്യം എന്തിനാണ്? ആ സത്യം ഐഹികമായ ദുനിയാവിൽ വല്ല നേട്ടവും ലഭിക്കുമോ, അതുകൊണ്ട് വല്ല സുഖജീവിതവും ലഭിക്കുമോ എന്നുള്ള ഒരു താൽക്കാലിക രക്ഷയും സുഖവും സന്തോഷവും മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അവർ ശാശ്വതമായ വിജയം ആഗ്രഹിക്കുന്നേയില്ല, പരലോകമോക്ഷം അവർ ആഗ്രഹിക്കുന്നതേയില്ല. ഈ രൂപത്തിലുള്ള പലരെയും നമുക്കിടയിൽ ഇന്നും നമുക്ക് ദർശിക്കാൻ കഴിയും. നാം വളരെയധികം നമ്മുടെ വിശ്വാസം ബലപ്പെടുത്താനും ദൃഢപ്പെടുത്താനും അല്ലാഹുവിന്റെ കാരുണ്യമായി അവതരിപ്പിക്കുന്നതാണ് ഇത്തരം വചനങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.